ഞങ്ങളുടെയൊക്കെ ഒരേ ഒരു രാജാവായ ധ്യാൻ ശ്രീനിവാസൻ ചേട്ടൻ. പാടൊന്നും വേണ്ട. എന്റെ വളർച്ചയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഫീലാണ്. ഈ 2.0 പോലെ ഞാൻ അടുത്ത പോലെ ഇതുപോലെ ഒരു 2.0 വേർഷൻ എൻ്റെ ഒരു ഇറക്കുന്നുണ്ട്. ഇതേപോലെ ഹിറ്റ് പടങ്ങൾ ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കും. എന്നിട്ട് ഞാൻ ഈ ഓഫീസ് സെറ്റപ്പ് ഒക്കെ ഇതൊക്കെ ഒന്ന് മാറ്റി ആ പെയിന്റ് അടിച്ച് തന്ന് എല്ലാവർക്കും ഒരു 500 രൂപ വെച്ച് കൊടുത്ത് ഫുൾ സെറ്റപ്പ് ആക്കി തരും. ഇന്റർവ്യൂ സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു സാധനം എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ടോ? ബാധ്യത ആയതുകൊണ്ടല്ലേ ഇതൊക്കെ ഇവിടെയൊക്കെ വന്നിരിക്കണ്ടേ. ഇത്ര പടം പൊട്ടിയിട്ട് വേറെ ആർക്കുണ്ട് ഇന്ന് ഇത്ര പടം? കുറെ പേരുടെ സംശയം എന്ന് വെച്ചാൽ ബ്ലാക്ക് മണി വൈറ്റ് ആക്കുവാണോ? ഞാൻ ചോദിക്കേണ്ടത് എന്നോട് കുറെ പേര് ചോദിച്ചു ബ്ലാക്ക് മണി വൈറ്റ് ആക്കുവാണോ? അങ്ങനെ ബ്ലാക്ക് മണി ഒന്നും ഇല്ല. ചേട്ടനുണ്ടല്ലോ ഈ കഥ കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാവില്ലേ? എൻ്റെ ഒരു സിനിമയുടെ കഥ എന്ന് വെച്ചു അവരാദ്യത് ഇപ്പോൾ ദുൽഖറിനെ പോലത്തെ ഒരാളെ വെച്ചിട്ടായിരിക്കും ആലോചിക്കുക. അപ്പോൾ അവിടെ എത്തിപ്പെടാൻ പറ്റൂല. അപ്പോൾ അവർ ഓക്കെ നാട്ടിൽ ദുൽഖറിനെ നിൽക്കുന്ന വേറൊരു നടൻ ആലോചിക്കാം. അവിടെ എത്താൻ പറ്റൂല. ഇത് ആരെ കിട്ടും? അങ്ങനെ ദുൽഖർ ചെയ്യേണ്ട പടമൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതുവരെ എടുത്ത ധ്യാൻ ചേട്ടന്റെ ഇന്റർവ്യൂസിൽ പകുതി ഇന്റർവ്യൂസ് എന്റെ പേരില്ല ക്രെഡിറ്റ് ആയിട്ട്. ഞാൻ എന്നെ പൊക്കി പറയുമ്പോ സൈഡിലൊരു നീ എന്തിനാ നിന്നെ പൊക്കി പറയണ്ട? ഞാനിങ്ങനെ ഇരിക്കുന്നതിൽ ഒരു വലിയൊരു പങ്ക് ചേട്ടനും ചേട്ടന്റെ സിനിമകൾക്കുണ്ട്. കുറച്ചു നിക്കി നമ്മള് അച്ഛനമ്മേനെ ഒരുപാട് വിഷമിപ്പിച്ച മകനാ ഞാൻ അങ്ങനെ നോക്കുമ്പോ. പക്ഷെ ഇപ്പോഴോ അവരെന്തൊരു പ്രൗഡാന്നറിയാമോ? കഴിഞ്ഞ തവണ ഞാൻ വീട്ടിൽ പോയപ്പോ അച്ഛൻ ഇങ്ങനെ എന്നോട് സംസാരിക്കുമ്പോ കുറച്ച് ദിവസം ഡേറ്റ് ഉണ്ടാവോ എന്ന് ചോദിച്ചു എന്നോട്. അച്ഛൻ ഞാൻ ചോദിച്ചാൽ എന്ത് പേരാ പടാ അച്ഛാ? പടത്തിനല്ല വീട്ടിലിരിക്കാൻ, വീട്ടിലൊന്ന് കാണാൻ. അങ്ങനെയായി. ഇതേ അച്ഛനാണ് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. എന്നെ പുറത്താക്കിയെന്ന് അറിയാലോ. സിനിമയിൽ വരണം എന്ന് പറഞ്ഞപ്പോഴാണ് എന്നെ പുറത്താക്കിയത്. ഇന്ന് അതേ സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്യുന്ന ആള് ഞാൻ. എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. പക്ഷേ ഇപ്രാവശ്യം ചെറിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങളിലേക്ക് വിലയേറിയ കമൻസും വിലയേറിയ സപ്പോർട്ടൊക്കെ കൊണ്ട് ഞാനിപ്പോൾ സീസൺ 2 ആയിട്ട് വന്നിരിക്കുകയാണ്. സീസൺ 2 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏത് ഗസ്റ്റിനെ വേണമെന്ന് ഞങ്ങളിങ്ങനെ ആലോചിക്കേണ്ടി പോലും വന്നില്ല. നിസ്സംശയം എല്ലാവരും ഒരേ പേരാണ് പറഞ്ഞത്. ഞങ്ങളുടെയൊക്കെ ഒരേ ഒരു രാജാവായ ധ്യാൻ ശ്രീനിവാസൻ ചേട്ടൻ. ചേട്ടൻ തന്നെയാണ് ഇന്ന് നമ്മുടെ ആദ്യത്തെ ഗസ്റ്റ്. ആദ്യത്തെയും സീസൺ 2 അപ്പം എനിക്ക് ചേട്ടൻ എൻ്റെ ഷോക്ക് പേരിട്ടു. അത് 1 വർഷം നിന്നു. അത് 2ാമത്തെ സീസൺ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഒരു ഗുരുത്വം, ഒരു ഗുരുദക്ഷിണായിട്ട് ആദ്യത്തെ ഇന്റർവ്യൂല് എടുക്കാൻ ചേട്ടൻ മധുരം കഴിച്ച് സ്റ്റാർട്ട് ചെയ്യും. ഞാനിപ്പോ ഇന്റർവ്യൂവിനൊക്കെ ഭയങ്കര പൈസ ചാർജ് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്നേഹ ലെവലിൽ അല്ല, ഫുഡ് എല്ലാം ഉണ്ട്. സെറ്റാണ്. ഇന്റർവ്യൂലൊക്കെ ഞാൻ പൈസ ലഡു അല്ല പൈസ. അതെ, 2 മുതലാളിമാരുണ്ട്. മുതലാളി പൈസ ഒന്നുമില്ല, ലഡു. എന്നാലും 1 വർഷം അല്ലേ? അതെ, 1 വർഷം പോയതറിഞ്ഞില്ലേ? 1 വർഷത്തിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു? സത്യം 1 വർഷത്തിനിടയിൽ നമ്മൾ എല്ലാ മാസവും കണ്ടിട്ടുണ്ട് അല്ലേ? കണ്ടിട്ടുണ്ട്. എത്ര ഇന്റർവ്യൂ ചെയ്തു നമ്മള്? നിനക്ക് അതൊക്കെ ഓർമ്മയുണ്ടോ? ഇത് 8ാമത്തെ ആയിട്ടുള്ളൂ. കുറവാണല്ലോ. 8 പടം ഞങ്ങൾ ഇന്ന് കൗണ്ട് ചെയ്തു. ആണോ? ഞാനെടുത്തേക്കുന്ന 8ാമത്തെ. നമ്മളൊരു കുട്ടിക്കൊക്കെ പേരിടുന്ന പോലെയാണ് ഞാൻ ഈ ഷോന് പേരിട്ടിട്ട് പോയത്. നമ്മൾ ആ കുട്ടി വളർന്ന് വലുതായി അല്ലേ? അങ്ങനെ ആലോചിച്ച് നോക്ക്. ആ കുട്ടിക്ക് 1 വയസ്സ് കഴിയുന്നു. ആ 1 വയസ്സിൽ കുട്ടി ഒരു അപകടത്തിൽപ്പെട്ട്. പക്ഷെ ആ കുട്ടി വളർന്ന് വലുതാൻ 6 മാസത്തിന് തന്നെ ആ കുട്ടി എന്തൊക്കെ ചീത്തപ്പേര് കേട്ട് കുട്ടിക്ക് എന്നുവെച്ചാ എന്തൊക്കെ അല്ലേ? നീ നിന്റെ യാത്രക്കിടയിൽ അല്ലെ, ആ യാത്രയിനിടയിൽ നിന്നെ എന്തുമാത്രം ഞാൻ ഓരോ തവണ നിന്നെ
ഓരോ തവണ ആൾക്കാരെ ഏറലും ഇതിലൊക്കെ കേട്ടുമ്പോ എന്റെ ഒരു സൈഡിൽ നിന്ന് എന്റെ ഒരു മനസ്സാണ് വേദനിക്കുന്നത്. കാരണം പിന്നെ ഞാൻ പേരിട്ട കുട്ടി ഇങ്ങനെ ആയിപ്പോന്നല്ലോ എന്നുള്ള എന്റെ ഒരു വിഷമാലോചിച്ചത്. പക്ഷെ നീ പിന്നെയുള്ള അവസാനത്ത് എനിക്കൊന്ന് 2 മാസത്തിനിടയിൽ നിന്റെ ഒരു വളർച്ച ഉണ്ടല്ലോ എന്നുവെച്ചാൽ എന്നുവെച്ചാ നീ റിസർച്ച് ചെയ്യുന്നു അല്ലേ, ചോദ്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് കൂടുന്നു, ഒരിക്കലും പ്രതീക്ഷിക്കുക. അത് ഞാൻ വീട്ടിലൊക്കെ പോയിട്ട് കണ്ണൊക്കെ ആലോചിച്ചിട്ട് എൻ്റെ കണ്ണൊക്കെ ഇറന്നിട്ടുണ്ട്. നമ്മൾ ആലോചിച്ചു, നമ്മള് എല്ലാ പരിപാടിയിലും നമ്മളെ ഈ പരിപാടിക്ക് പേരിട്ട ഞാനെന്ന് പറഞ്ഞില്ലേ നമ്മളെ തുടങ്ങിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് വരുമ്പോ ഇത് ഭയങ്കര പ്രഷറല്ലേ ഈ പരിപാടിക്ക് മാത്രം വരുമ്പോ. അല്ല ഞാൻ വേറെ എവിടെ ഇപ്പൊ സോളോ ഇന്റർവ്യൂ കൊടുക്കാറ് പോലും ഇല്ല. ചോദിച്ചോക്ക്. പക്ഷെ ആ ഒരു സ്നേഹം കൊണ്ടാണ് വന്നത്. പിന്നെ ലഡു ഇതിപ്പോ വിളിച്ചു വരുത്തിട്ട് ഞാനിരുന്ന് നിന്റെ വളർച്ചയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഒരു എന്താ പറയണ്ട, ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഫീലാണ് എനിക്ക്. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വേർഡ്സ്. ശരിക്കും രാവിലെ മുതൽ വെയിറ്റ് ചെയ്യായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു ഗസ്റ്റിന് വേണ്ടി ഞങ്ങൾ സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്യുന്നത്. സെറ്റപ്പ് ഒക്കെ മാറി, പ്ലൈവുഡ് ഒക്കെ അടിച്ച്. This is only for ധ്യാൻ ശ്രീനിവാസൻ. വാടക എടുത്തായിരിക്കും അല്ലേ? അല്ല, എന്നോട് പറഞ്ഞു ഫസ്റ്റ് ഗസ്റ്റ് ആരാ ചോദിച്ചു. നമ്മൾ ധ്യാൻ ചേട്ടൻ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുൾ മാറ്റാന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റി. ഈ ഫ്രെയിമിന്റെ ഉള്ളിൽ നിൽക്കുന്നത് മാത്രമേ ആൾക്കാർ കാണുന്നുള്ളൂ, പുറമേയുള്ള സെറ്റപ്പ് കണ്ടു അല്ലേ? എന്നാലും കുഴപ്പമില്ല, ഞങ്ങളുടെ സ്വന്തം സ്റ്റുഡിയോയാ. ചേട്ടാ എന്തായാലും നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് അല്ലേ, അപ്പം ഒരു 1-ാം വാർഷികം. അപ്പം ചേട്ടനാണ് നമ്മുടെ മെയിൻ എന്താ പറയാ ഫേസ് എൻ്റെ ഷോടെ. അപ്പം ചേട്ടൻ്റെ കൈ കൊണ്ട് കേക്കും കൂടി കട്ട് ചെയ്തിട്ട് പരിപാടി അവസാനിപ്പിക്കാം. പാടൊന്നും വേണ്ട. ഇപ്പൊ എന്തൊക്കെയുണ്ട്? അമ്മയുടെ ഷോ സ്കിറ്റ് ചെയ്യുന്നുണ്ടല്ലേ? ആവശ്യം നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ആ റിഹേഴ്സലിൽ നിന്ന് ഓടി വന്നു. റിഹേഴ്സൽ കഴിഞ്ഞു രാത്രി ഇപ്പൊ ഈ സമയത്ത് വന്നു. പിന്നെ ഇപ്പൊ എന്താ ചോദിക്കണ്ടേ? അതാ പറഞ്ഞ ഗെയിം മതിയോ? 2.0 ഉദ്ഘാടനം ചെയ്തിട്ട് പോവാ. കാരണം ഇനി അടുത്ത ആഴ്ച നിന്നെ കാണണം, അതിന്റെ അപ്പുറത്തെ ആഴ്ച കാണണം. എല്ലാ ആഴ്ചയും നമ്മൾ കാണുന്നുണ്ട്, നമുക്ക് ചോദിക്കാനൊന്നുമില്ല. വേറെ ആങ്കറിനെ ഇറക്കാൻ പോവാം. ആര്? ഇവര്. പക്ഷെ ഈ ഷോ ഒരിക്കലും മസ്താനി ആയിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതെ, പക്ഷെ ധ്യാൻ ചേട്ടന് ഇന്റർവ്യൂ എടുക്കാൻ വേറെ ആങ്കറിനെ വിളി, ഞാൻ ആക്കും പേരിട്ട് വിടാം. അത് വേണ്ട, ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമയം. പക്ഷെ ഒരു ചാനലിൽ 1 വർഷം തികയ്ക്കുക അല്ലെങ്കിൽ അതൊക്കെ വലിയ കാര്യല്ലേ അല്ലേ? അതെ, സാമ്പത്തികമായിട്ടൊക്കെ എങ്ങനെ? ഇല്ലത്തെ പട്ടിണി പുറത്തറിയണ്ട, കുഴപ്പമില്ല, സെറ്റായിരുന്നു. ബബ്ബയുടെ ഷൂട്ടാണ് ഏറ്റവും പുതിയ വിശേഷം. ബബ്ബ കഴിഞ്ഞു, ബബ്ബന്റെ എൻ്റെ പോർഷൻ കഴിഞ്ഞു. ബബ്ബ കഴിഞ്ഞിട്ട് ഞാനിപ്പോ കഠിന കടോരം ഈ അണ്ടകടാകം ചെയ്ത മൊഹസിന്റെ പടം ഉണ്ടയും പുഴുവൊക്കെ ചെയ്ത ഹർഷദുക്കയുടെ പടത്തിൽ ഞാനും ലുക്മാനും കോഴിക്കോട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാനിപ്പോ വന്നത്. ഇനി തിരിച്ച് കോഴിക്കോടേക്ക് പോകും. ഇനി മറ്റന്നാള് അമ്മയുടെ ഷോവും കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. ചേട്ടൻ ഇങ്ങനെ എല്ലാ ഇന്റർവ്യൂസിലും ചേട്ടൻ്റെ ഇന്റർവ്യൂസിന് ഭയങ്കര ഹൈപ്പാണ്. ആങ്കേഴ്സ് ചേട്ടൻ്റെ ഇന്റർവ്യൂ എടുത്താൽ ലൈഫ് ജിങ്കലാല ആ ഒരു ഇതല്ലേ. അപ്പൊ ഇന്റർവ്യൂ സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു സാധനം എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ടോ? ബാധ്യത ആയതുകൊണ്ടല്ലേ ഇതൊക്കെ ഇവിടെയൊക്കെ വന്നിരിക്കണ്ടേ, നിങ്ങളൊക്കെ വിളിക്കുമ്പോൾ വരണം. ഇപ്പൊ എല്ലാരും പരിചയമായി. ഈ പരിചയം നമ്മള് ചൂഷണം ചെയ്യും അല്ലേ? അപ്പോ അല്ലേ അപ്പം വിളിക്കുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ വരിക. എല്ലാവരും ഒരു ബന്ധമല്ലേ. ഇപ്പൊ നീ ആയിട്ട് എനിക്ക് ബന്ധമുണ്ട്, ഇവരൊക്കെ ആയിട്ട് പരിചയമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളെല്ലാം വിളിക്കുന്ന സമയത്ത് ഞാൻ വേറെ പരിപാടിയുടെ ഇടയിൽ ഇവിടെ വന്ന് കുത്തിയിരിക്കണ്ടേ? എപ്പോഴെങ്കിലും പരിചയപ്പെട്ടത് വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ സിനിമയിൽ നിന്ന് നിർത്തേണ്ടി വരും. കാരണം നമ്മളൊക്കെ, ഞാൻ നേരത്തെ പല സ്ഥലത്തും പറഞ്ഞു, നമ്മളൊക്കെ ഇങ്ങനെ കോ എക്സിസ്റ്റ് ചെയ്യാന്നുള്ളതാണല്ലോ. സിനിമ ഉണ്ടെങ്കിൽ
എനിക്ക് നമുക്ക് ഇതുള്ളൂ, ഇതൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ചെയ്തുള്ളൂ. ഇതൊക്കെ നമ്മളൊക്കെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമല്ലേ, കറപ്റ്റഡ് സിസ്റ്റം. അപ്പോൾ കലാകാലങ്ങളായിട്ട് ഇപ്പൊ എത്ര വർഷമായി? നീ ഒരു വർഷമായിരുന്നു, ഞാനിപ്പോ 4 വർഷമായി ഇന്റർവ്യൂ എടുത്ത് തുടങ്ങിയിട്ട്. അതെ, ഞാനിങ്ങനെ പണ്ട് ഓരോ സിനിമയിൽ വരും, എല്ലാ ആഴ്ചയും നമ്മുടെ സിനിമ കാണണം, നല്ല സിനിമയാണെന്ന് പറയുന്നു, സിനിമ കൂട്ടുന്നു. അടുത്ത ആഴ്ച വരും, നല്ല സിനിമയാണെന്ന് പറയുന്നു, എല്ലാം പറയുന്നു. പക്ഷെ ഞാൻ നല്ല സിനിമയാണെന്ന് അധികം അങ്ങനെ ഉറപ്പുള്ള സിനിമകൾ മാത്രമേ നല്ല സിനിമ എന്ന് അറിയുള്ളൂ. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു നദികളിൽ സുന്ദരി യമുന മാത്രമാണ് ചിരിക്കാനുണ്ട് കുഴപ്പമില്ലാത്ത സിനിമയെന്ന് ഞാൻ പറഞ്ഞത്. ബാക്കി അങ്ങനെ ഞാൻ തള്ളി മറിച്ചിട്ടൊന്നുമില്ല. കാരണം വർഷം കേശൊക്കെ കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാർ ഇന്റർവ്യൂ കണ്ടിട്ട് സിനിമക്ക് പോയ ആൾക്കാരുണ്ട്. ഏത് കാരണം ആ ഇന്റർവ്യൂ കണ്ടിപ്പോ ആൾക്കാർ വിചാരിച്ചു ഈ ഇന്റർവ്യൂവിലുള്ള കോമഡി തമാശയൊക്കെ ആ സിനിമയിൽ കാണാതിരിക്കും. അങ്ങനെ കുറെ മണ്ടന്മാർ പോയിട്ട് അവരൊക്കെ വിചാരിച്ച ഇത് സിനിമയിൽ കോമഡി ഒന്നും ഇല്ലല്ലോ, ഇതെന്താ. അപ്പം ഈ ഇന്റർവ്യൂയുടെ ഒരു എനർജിയും വൈബൊന്നും ആ സിനിമ കംപ്ലീറ്റ്ലി വേറൊരു ടൈപ്പ് ഓഫ് സിനിമയാണ്. ആ ഇന്റർവ്യൂവിൽ ഭയങ്കര തള്ളായിരുന്നല്ലോ ഇവർ. ഇന്റർവ്യൂവിൽ ഞാൻ ബേസിലിനെ കളിയാക്കുന്നു, ബേസിൽ എന്നെ കളിയാക്കുന്നു. അല്ലാണ്ട് നമ്മളെവിടെ ഇരുന്നിട്ടാ തള്ളിയത്? ഈ പടത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന പോലും ഇല്ല. പടത്തിനെ കുറിച്ചല്ലല്ലോ. ഞാൻ അവനെ കളിയാക്കുന്നു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയുന്നു, കളിയാക്കുന്ന കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെവിടെ പടത്തിനെ കുറിച്ച് പറഞ്ഞു? അങ്ങനെ OTT വന്നപ്പോൾ കുറെ തെണ്ടികൾ പറയാ, ആ തെണ്ടിയുടെ തള്ളും കേട്ട് പോയിട്ട് ഇപ്പൊ എന്തായിന്ന് എന്നെ തെറി. ഞാനെന്ത് ചെയ്തു OTT വന്നപ്പോ തിയേറ്ററിൽ ഓടിയ പടം, ഹിറ്റായ പടം, OTT വന്നപ്പോ കുറെ തെണ്ടികൾ തെറി വിളിച്ചിട്ട് എന്നെ തെറി. അവരെ തള്ളും കേട്ട് പോയതാ, പൈസ തിരിച്ചു കിടാന്ന് എനിക്ക് കുറെ പേരൊക്കെ കൊടുത്തോ. പിന്നെ ഇതുപോലെ ലഡ്ഡു വാങ്ങിച്ചു കൊടുക്കും. ലഡ്ഡു ഞങ്ങൾ ചേട്ടന് സമയം ഉണ്ടെങ്കിൽ ഞങ്ങള് ഫുഡ് പാർട്ടി ഒക്കെ തരാം. ചേട്ടന് തിരക്കല്ലേ, ബിസിയല്ലേ? അച്ഛനും അമ്മയും അവിടെ വീട്ടിലുണ്ട്, അവർക്കും എന്തെങ്കിലും ഫുഡ് എല്ലാവർക്കും വാങ്ങിച്ചു തരുവാണെങ്കിൽ വലിയ എല്ലാവർക്കും വാങ്ങിച്ചു തരും. തിരക്കുള്ളതുണ്ടോ? അങ്ങനെ പോണോ? എന്നിട്ട് പറ, അടുത്ത ചോദ്യമൊന്നുമില്ല. ഇല്ല, ഉണ്ട്, ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്നേ ഉള്ളൂ ശരങ്ങളായിട്ട്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഞാൻ OTT-ലാണ്, ഞാൻ അത് തിയേറ്ററിൽ കണ്ടിട്ടില്ല. അതെ, എന്ത് സിനിമയാണെങ്കിലും സിനിമ കുറച്ച് പേർക്ക് ഇഷ്ടമാകും, കുറച്ച് പേർക്ക് ഇഷ്ടാവില്ല. തിയേറ്ററിൽ ഓടി പടമാണ്, നമുക്ക് പൈസ കിട്ടി, ആൾക്കാർക്ക് ഇഷ്ടമായി. OTT വരുമ്പോൾ പിന്നെ അതിൽ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ട്രോൾ ചെയ്യാനൊക്കെയുള്ള കണ്ടന്റ് ഉണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ആൾക്കാരത് എല്ലാവർക്കും മുന്നോട്ട് പോകണ്ടേ. അപ്പം കുറച്ച് നല്ല സാധനങ്ങളൊക്കെ കിട്ടി, ട്രോൾ ചെയ്യാനുള്ള കണ്ടന്റ് കിട്ടിയപ്പോൾ ആൾക്കാർ അതിനെ ആഘോഷിച്ചു. തിയേറ്ററിലുള്ളപ്പോഴും സെലിബ്രേറ്റ് ചെയ്ത സിനിമയാണ്. നമ്മളെന്താണെങ്കിലും ഹാപ്പി അല്ലേ? മൊത്തത്തിൽ ഹാപ്പി. ഞാൻ സമാന്തര ഇൻഡസ്ട്രിയാണ്. സമാന്തരം അവിടെ ഇല്ല. പാരലൽ ഇൻഡസ്ട്രി. അപ്പൊ ഞാൻ എന്റെ ഒരു സുഹൃത്ത് എന്റെ അടുത്ത് പറഞ്ഞാ, നീ മോളിവുഡ്, കോളിവുഡ്, ബോളിവുഡ് എന്നൊക്കെ പോലെ നീ ഒരു വുഡ് എന്ന് പേരിട്ടു. എന്നുവെച്ചാ DS വുഡ്, വുഡ്. കാരണം എന്റെ സിനിമകള് വരുന്നു പോകുന്നു, അതൊരു പ്രത്യേക ഒരു വുഡ് പോലെയല്ലേ അത്. അപ്പൊ പറഞ്ഞ അപ്പൊ ഈ ബാക്കിൽ വെച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞ, അപ്പൊ അവൻ പറഞ്ഞു DS വുഡ് ഉണ്ട്, DS അത്ര സ്റ്റാൻഡേർഡ്, DS പ്ലൈവുഡ്സ് പോലെ, മറൈൻ വുഡ്, പ്ലൈവുഡ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ. കാരണം ഇത്ര പടം പൊട്ടിയിട്ട് വേറെ ആർക്കുണ്ട് ഇന്ത്യയിൽ ഇത്ര പടം? ആർക്കുണ്ട്? അല്ല, നസീർ സാറിന്റെ സിനിമയൊക്കെ ഹിറ്റായിരുന്നു, അതുകൊണ്ടാണ് പുള്ളിക്ക് അടുത്തടുത്ത പടം. പക്ഷെ ഇതല്ല, ഓടുന്നില്ലല്ലോ. ഇവിടെ ഓടുന്നു. അപ്പോ എല്ലാവരും പിന്നെ കുറെ പേരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, കുറെ പേരുടെ സംശയം എന്ന് വെച്ചാൽ ബ്ലാക്ക് മണി വൈറ്റ് ആക്കുവാണോ. എന്നോട് കുറെ പേര് ചോദിച്ചു ബ്ലാക്ക് മണി വൈറ്റ് ആക്കുവാണോന്ന്. അങ്ങനെ ബ്ലാക്ക് മണി ഒന്നും ഇല്ല. ഇതെന്താണ് ഈ ബ്ലാക്ക് മണി? കാരണം ഇതൊക്കെ എല്ലാം അക്കൗണ്ടിങ് ചെയ്തിട്ടുള്ള പൈസകൾ മാത്രമേ ഉള്ളൂ. കാരണം ഇതിനൊക്കെ കണക്ക് കാണിക്കണം. കുറെ ആൾക്കാരെ സംശയം, സത്യം പറ, നീ ബ്ലാക്ക് മണി ലോണ്ടറിങ്, മണി ലോണ്ടറിങ് അല്ലേ? അങ്ങനെ കുറെ മണ്ടന്മാര്. ഇങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ എന്ത് പറയും? നിനക്കും സംശയം ഉണ്ടായിരുന്നല്ലേ? ഞാൻ നൈസായിട്ട് അത് ചോദിക്കായിരുന്നു. എന്നാലും ഇത്രയും സിനിമകള് ഇപ്പം കുറെ കമന്റ്സ് ഞാൻ കണ്ടതാ, പ്രേം നസീർ സാറിന്റെ ആ സിനിമ അക്കൗണ്ടിനേക്കാൾ കൂടുതൽ ധ്യാൻ ശ്രീനിവാസൻ ശ്രമിക്കുന്നു എന്നൊക്കെ. അതെ, കഴിഞ്ഞ ദിവസം മുകേഷ് ചേട്ടൻ ഇങ്ങനെ ഇന്റർവ്യൂവിൽ പ്രേം നസീർ സാറിനെ തോപ്പിക്കാൻ നടക്കുകയാണ് ഇവന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും മനസ്സിലായി? നമുക്ക് എന്താണെന്നറിയാമോ, ഉള്ള സമയത്ത് ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അതെ അല്ലേ? പിന്നെ ഇവരാരും തന്നെ വന്ന സിനിമ ചെയ്യാൻ വന്ന ആൾക്കാർ ആരും തന്നെ മോശം സിനിമ ചെയ്യാൻ വന്ന ആൾക്കാരൊന്നും അല്ല. അവർക്ക് നല്ലത് എടുത്താൽ മാത്രമല്ലേ അവർക്കും ജീവിതം ഉണ്ടാവുള്ളൂ, കരിയർ ഉണ്ടാവുള്ളൂ. സിനിമ പിന്നെ സിനിമക്കൊരു ഫേറ്റ് ഉണ്ടാവും. ചില സിനിമ ഓടാതെ പോകും. പക്ഷെ എൻ്റെ കേസ് എന്ന് വെച്ചാൽ ഒന്നും ഓടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും. പക്ഷെ ഇപ്പം ഏപ്രിൽ മാസം വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങി. ഓക്കെ, വർഷങ്ങൾക്ക് ശേഷം ഓടി. ഓക്കെ, അതിനെ മലയാളി ഇറങ്ങി.
അല്ലാതെ തരക്കേടില്ലാതെ അങ്ങ് പോയി. പിന്നെ കുറച്ച് പടങ്ങൾ ഇറങ്ങി, അതിൽ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞൊരു മിക്സഡ് വന്നു. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഏപ്രിൽ മാസം ഇറങ്ങിയ ഓഗസ്റ്റിനുള്ളിൽ ഒരു മനുഷ്യൻ എത്ര പടം ഇറക്കാൻ പാടുണ്ട്, എത്ര പടം ഇറങ്ങും എല്ലാ മാസവും. അപ്പം എന്താ പ്രശ്നം? എല്ലാ മാസവും പടം ഇറങ്ങുന്നതുകൊണ്ടാണ് പ്രശ്നം. അല്ലെങ്കിൽ എനിക്ക് ഹിറ്റ് ഉണ്ട്, വർഷം കഴിഞ്ഞ ഹിറ്റല്ലേ. അതെ അതെ. അപ്പം അതിന് വെട്ടി ചുരുക്കാൻ പോവല്ലേ ഞാൻ ഈ വർഷത്തോടെ? നീ 2.0 പോലെ ഞാൻ അടുത്ത കൊല്ലം ഇതുപോലെ ഒരു 2.0 വേർഷൻ എൻ്റെ ഒരു ഇറക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതേപോലെ ഹിറ്റ് പടങ്ങൾ ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കും. എന്നിട്ട് ഞാൻ ഈ ഓഫീസ് സെറ്റപ്പ് ഒക്കെ ഇതൊക്കെ ഒന്ന് മാറ്റി ആ പെയിന്റ് അടിച്ച് തന്ന് ഈ ലഡുന്ന് എല്ലാവർക്കും ഒരു 500 രൂപ വെച്ച് കൊടുത്ത് ഫുൾ സെറ്റപ്പ് ആക്കി തരും. അതെ. ഇനി അടുത്ത് നോക്കിക്കോ, 2020 കൊല്ലം 24. ഡേറ്റ്സ് എനിക്ക് ഡേറ്റ്സ് മാസം മാത്രമേ ഓർമ്മയുള്ളൂ, വർഷം ഓർമ്മയില്ല. കാരണം ഓഗസ്റ്റ് ഡേറ്റ്സ് മാത്രം, പടത്തിന്റെ ഡേറ്റ്സ് മാത്രം നോക്കിയല്ലോ, കൊല്ലം ചിലപ്പോൾ മറന്നു. അപ്പം 2025 പകുതിക്ക് ശേഷം അതുവരെ ഇല്ല എന്നല്ല ഞാൻ പറയണത്. അതിനിടയിൽ ഓടും ചില പടങ്ങളൊക്കെ, ചില സാധ്യതയുള്ള പടങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ പറയണില്ല. പക്ഷെ അതിന് ശേഷം നോക്കിക്കോ, ഫുൾ ഹിറ്റ് കൊണ്ട് വലിയ ഹിറ്റുകളായിരിക്കും. എന്നുവെച്ചാൽ എല്ലാ വെള്ളിയാഴ്ചയും ഇത് പടം പൊട്ടിച്ച പോലെ എല്ലാ വെള്ളിയാഴ്ചയും ഹിറ്റ് അടിക്കുന്ന പടങ്ങൾ വരുത്തും. ആണോ? ഫുൾ ഇപ്പോഴേ പ്ലാൻ ചെയ്തിരിക്കുകയാണോ അല്ലെങ്കിൽ പ്ലാൻ? പക്ഷെ കൈലാഷ് ചേട്ടൻ ഒരു ഇന്റർവ്യൂല് പറയണ്ടായിരുന്നല്ലോ എന്തോ ഒരു കിടുക്കൻ സാധനം വരാനുണ്ടെന്ന്. കൈലാഷ് ചേട്ടന്റെ പടമാണോ പറഞ്ഞത്? ധ്യാൻ ചേട്ടന്റെ ആണോ? കൈലാഷ് ചേട്ടനാ? കലീഷ് സോറി, ഡയറക്ഷൻ. എന്റെ ചുരുക്കം ചില സുഹൃത്തുക്കളിൽ അല്ല എന്റെ ചുരുക്കം, അതെ അത് രാവണപ്രഭു അതിലെ പടത്തിലെ ഡയലോഗാണല്ലോ. എന്റെ ചുരുക്കം ചില കഥകളിൽ ഒരു കഥ മാത്രമേ അവൻ കേട്ടിട്ടുള്ളൂ. ഓക്കെ, ആ ഒരു കഥ കേട്ടപ്പോൾ തന്നെ അവനത് ഹിറ്റ് തോന്നി. ഓക്കെ, അത് അവൻ അതിൽ ചാൻസ് കിട്ടാൻ വേണ്ടിട്ട് പറഞ്ഞ അല്ല ചുരുക്കം. കാരണം നമ്മളിത് പറയുന്നത്, നമ്മളെ നല്ല സാധനങ്ങളൊന്നും തന്നെ ഇപ്പൊ ആദ്യം തന്നെ ഇറക്കാൻ പാടില്ല. കണ്ണിട്ടുന്നുണ്ടല്ല വെച്ചിട്ട് വല്ലപ്പോഴും ഇറക്കണം എന്ന് ആൾക്കാർ ചോദിക്കും. നമ്മൾ ഇപ്പൊ നിന്റെ ഏറ്റവും വലിയ ചോദ്യം അറിയാം, ഇത്രയും പടം ചെയ്തിട്ട് ഇതാകുന്ന സമയത്ത് നിങ്ങൾക്ക് പേടിയില്ല ഔട്ടായി പോകില്ലെന്ന് എല്ലാരും ചോദിക്കൂലേ? അപ്പോഴും ഞാൻ ഇത്രയും ധൈര്യത്തിലൊന്നും ഇങ്ങനെ ഇരിക്കണമെന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ വെറുതെ അങ്ങനെ ഇരിക്കണം, ഒരു ബുദ്ധിയില്ലാത്ത ഒരാളാണ് ഞാൻ, എനിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലില്ല. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവണം? നമ്മുടെ കയ്യിൽ ഭാവിയിലേക്കുള്ള വിത്തുകൾ ഉണ്ടാവണം. ഏത്? ശരിയാ. അപ്പൊ ഭാവി സുഭദ്രമാണ് എന്റെ. ആണോ? പ്രസന്റാ പ്രശ്നം, ഫ്യൂച്ചർ അടിപൊളിയായിരിക്കും. പാസ്റ്റും പ്രസന്റും പ്രശ്നമാണ്. ഫ്യൂച്ചർ നോക്കിക്കോ നീ. ഫ്യൂച്ചർ എന്ന് പറയുമ്പോ ഇപ്പൊ കുറച്ച് മാസം കൂടി അല്ല കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഫ്യൂച്ചർ ആയിരിക്കും, പറയാൻ പറ്റില്ല. അതിനിടയിൽ നല്ല സിനിമകളുണ്ട്. ഇതിനിടയിൽ ഇപ്പൊ നമ്മൾ വിചാരിക്കാത്ത സിനിമയൊക്കെ ഓടാതിരിക്കാം, സിനിമയല്ലേ. പക്ഷെ ആരും നല്ല സിനിമ എടുക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുള്ളൂ, എല്ലാവരും ഓടാതെ പോകുന്നല്ലേ മോളെ. പക്ഷെ ചേട്ടനുണ്ടല്ലോ ഈ കഥ കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാവില്ലേ? ഉണ്ടാവും. കഥ കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും മിക്കവർക്കും ഐഡിയ ഉണ്ടാവും. പക്ഷെ നമ്മൾ ചില സിനിമകൾ ശരിക്കും, കാരണം ഇവിടുത്തെ ഇപ്പൊ ഉദാഹരണത്തിന് എൻ്റെ ഒരു സിനിമയുടെ കഥ എന്ന് വെച്ചോ, അവരാദ്യത് ഇപ്പൊ ദുൽഖറിനെ പോലത്തെ ഒരാളെ വെച്ചിട്ടായിരിക്കും ആലോചിക്കുക. അപ്പൊ അവിടെ എത്തിപ്പെടാൻ പറ്റൂല. അപ്പൊ അവര് ഓക്കെ എന്നാ പിന്നെ ദുൽഖറിനെ താഴെ നിൽക്കുന്ന വേറൊരു നടൻ ആലോചിക്കാം, അവിടെ എത്താൻ പറ്റൂല. പിന്നെ ഇത് ആരെ കിട്ടും? അങ്ങനെ ദുൽഖർ ചെയ്യേണ്ട പടമൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇവരിലോട്ടൊന്നും എത്താൻ പറ്റില്ല. അപ്പം ആരും ചെയ്യാതെ വരുന്ന സമയത്ത് അപ്പൊ ഞാൻ എല്ലാ കഥയും കേൾക്കുന്ന ഒരാളാണ് ഞാൻ, പൊതുവെ എല്ലാവരും. കാരണം അത്രയും സിനിമ ചെയ്തുകൊണ്ട് എനിക്ക് പല ഇവരൊക്കെ ആയിട്ട് പല സിനിമ സൗഹൃദങ്ങളായി ബന്ധങ്ങൾ ഇപ്പൊ ഇവിടെ വന്ന് കുത്തിയിരിക്കുന്നില്ല, അതുപോലെ നമുക്ക് പല ബന്ധങ്ങളുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഒരു സിനിമ സ്വപ്നം മോഹമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറയും, കേൾക്കാം, ചേട്ടൻ പറയും, ചേട്ടാ ഇത് ചിലപ്പോൾ ഓടി നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ നമ്മുടെ ഒന്ന് കൂടെ നിന്നാൽ മതി. അങ്ങനെ പല സിനിമകളും നമ്മൾ കൂടെ നിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് അഭിനയത്തിലൊരു പ്ലാനിങ്, കരിയർ പ്ലാൻ ഇല്ലാതിരുന്ന എനിക്ക് കുഴപ്പമില്ലല്ലോ, എനിക്ക് കൂടിയാലും പൊട്ടിയാലും പ്രശ്നമില്ലാത്ത എനിക്ക് ഞാൻ അവരോട് പറഞ്ഞാലും അവർ പറയും ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. അപ്പം ഞാൻ അവരുടെ ഇൻഡ്യൂഷൻ്റെ കൂടെ അവരുടെ ഒരു ഇതിൻ്റെ കോൺഫിഡൻസിൻ്റെ പുറത്ത് നിൽക്കും. നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പൊട്ടി കഴിയുമ്പോൾ അവർക്കും കോൺഫിഡൻസ് പോകും. അത്രയും സംഭവിക്കുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് എന്ന് വെച്ചാൽ 2020 ഇതേപോലെ 25 പകുതി കഴിഞ്ഞാൽ നീ നോക്കിക്കോ, നീ 2.0 പോലെ ഞാനും 2.0. ഒരു കൊല്ലം വെയിറ്റ് ചെയ്യണം കേട്ടോ.
വെയിറ്റ് ചെയ്യോ? അതിനുള്ളിൽ എന്നെ ഇവരുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ബാൻ ചെയ്യുമെന്ന് എന്റെ പേടി. അതെന്താ അങ്ങനെ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ സിനിമകളുടെ പൊതുവെ ആ. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമകളുടെ എണ്ണം കുറഞ്ഞു. എന്നുവെച്ചാൽ ഇപ്പം സിനിമ നടക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു പാരലായിട്ട് സാധാരണ ഒരേ സമയത്ത് 10, 20, 25, 30 പടങ്ങൾ 25 പടമൊക്കെ നടന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കുറേ പടങ്ങൾ നടന്നൊരു സമയമുണ്ട്. ഇപ്പൊ കുറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് അറ്റ് എ ടൈം ഒരു 10, 12, 10 പടങ്ങളൊക്കെ ഉള്ളു നടക്കുന്നത്. പിന്നെ പുതിയതായിട്ട് എഗ്രിമെന്റ് ചെയ്യുന്ന പടങ്ങൾ അങ്ങനെ എനിക്ക് തോന്നുന്നു. ഇപ്പൊ അടുത്ത് എന്നോട് ഒരാൾ പറഞ്ഞ സത്യത്തോളം സത്യം നമ്മളോട് എന്ന് വെച്ചാൽ പുതിയതായിട്ട് എഗ്രിമെന്റ് ചെയ്ത സിനിമകളിൽ എനിക്ക് തോന്നുന്നു പുതിയ സിനിമകൾ അസോസിയേഷനിൽ വന്ന എഗ്രിമെന്റ് ആയി ചേംബറിലൊക്കെ വന്ന സിനിമകളിൽ എനിക്ക് തോന്നുന്നു കുറച്ച് 10 ചുരുക്കം സിനിമകളെ വന്നിട്ടുള്ളൂ. അതിൽ പകുതി പടം എൻ്റെ ഇപ്പോഴും. ഞാൻ തന്നെ കേറിയിട്ട് ഇവിടെ ഇതുവരെ എടുത്ത ധ്യാൻ ചേട്ടന്റെ ഇന്റർവ്യൂസിൽ പകുതി ഇന്റർവ്യൂസ് എന്റെ പേരിലാണ് ക്രെഡിറ്റ് ആയത്. ഞാൻ എന്നെ പൊക്കി പറയുമ്പോ സൈഡിൽ നീ എന്തിനാ നിന്നെ പൊക്കി പറയണ്ടേ? ചേട്ടൻ ഒരു കാര്യം അറിയോ, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിൽ ഒരു വലിയൊരു പങ്ക് ചേട്ടന്റെ സിനിമകൾക്കുണ്ട്. കുറച്ചേരം എഴുന്നിട്ട് നിക്കി പങ്ക്. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, ഇതിൽ പങ്കിന്റെ കാര്യമൊന്നുമില്ല. നീ നിന്റെ ജോലി ചെയ്യുന്നു, ഞാൻ നമ്മുടെ പ്രൊമോഷന്റെ അവിടെ നമ്മൾ വന്നിരിക്കുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മളൊരു ബന്ധത്തിന്റെ പുറത്ത്, ഒരു സൗഹൃദത്തിന്റെ പുറത്ത് നമ്മൾ വന്നു അല്ലേ? അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ഞാൻ വൈദ്യോ അങ്ങനെയല്ല, നല്ല സെറ്റപ്പ്. ഇടക്കിടക്ക് പൊക്കി പറയണ്ട. അതെ, ഈ പ്രശ്നം അതല്ല. ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് ഈ ബാക്കി ചാനലുകാരൊക്കെ പ്രശ്നം ഉണ്ടാക്കൂലേ? പോണ്ടല്ലേ? എനിക്ക് എനിക്ക് എന്താ അറിയില്ല, ധ്യാൻ ചേട്ടൻ വേറെ ഇന്റർവ്യൂസിന് പോകുന്ന എനിക്ക് ഇഷ്ടമല്ല. എത്ര പേരുണ്ടെന്നറിയാം എനിക്ക് ഇതേപോലത്തെ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ. അപ്പൊ കൊറേ ഉണ്ടല്ലേ? പിന്നെ ഒരാളായിട്ട് മാത്രം ബന്ധം വെക്കാൻ പറ്റുമോ? വിഷമം എനിക്ക്. പല ബന്ധങ്ങളാ. അല്ല, എല്ലാരും ചോദിക്കുന്നുണ്ടല്ലോ ചേട്ടൻ കുറെ ഇന്റർവ്യൂസിൽ കുറെ കഥകളൊക്കെ പറയുന്നില്ലേ, അപ്പൊ ഇതിന് മാത്രം ജീവിതകഥകൾ ഈ ചെറുപ്രായത്തിൽ എവിടെന്നാന്ന് ചോദിക്കാറുണ്ട്. അതാ പറഞ്ഞ, നമ്മൾ ജീവിക്കുന്ന രീതി അനുസരിച്ചിരിക്കും അത്. നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ ജീവിച്ചു, അതനുസരിച്ചിരിക്കും. ഒരു 10, 19, 20 വയസ്സിനൊക്കെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്താക്കപ്പെടുന്നു, വീട്ടിൽ നിന്ന് പുറത്താവുന്നു, ജീവിതം. അപ്പം എനിക്ക് മുന്നോട്ട് വെക്കാനൊന്നുമില്ലല്ലോ. ഞാൻ ആരെ നമ്മളെ ഇതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കഥകളിലൊക്കെ എന്താ എൻ്റെ പോക്കൃത്തരം ഞാൻ കാണിച്ചു കൂട്ടി. ഇതിലൊക്കെ ഞാൻ ഇടയ്ക്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അച്ഛനമ്മേനെ ഒരുപാട് വിഷമിപ്പിച്ച മകനാ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ. പക്ഷെ ഇപ്പോഴോ അവരെന്തൊരു പ്രൗഡാന്നറിയാമോ? ഇന്റർവ്യൂസ് കണ്ട് ചിരിക്കണ്ടാവും. എന്നെ അത് ഇന്റർവ്യൂസ് കണ്ടിരിക്കുന്നില്ലേ? ഡെയിലി പണിക്ക് വന്നില്ലേ? ശരിയാ, ഡെയിലി പണിക്ക് വന്നില്ലേ? അപ്പോൾ ഇന്ന് കഴിഞ്ഞ തവണ ഞാൻ വീട്ടിൽ പോയപ്പോ അച്ഛൻ ഇങ്ങനെ എന്നോട് സംസാരിക്കുമ്പോ കുറച്ച് ദിവസം ഡേറ്റ് ഉണ്ടാവോ എന്ന് ചോദിച്ചു എന്നോട് അച്ഛൻ. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്ത് ഏതാ പടാ അച്ഛാ? പടത്തിനല്ല, വീട്ടിലിരിക്കാൻ, വീട്ടിലൊന്ന് കാണാൻ. അങ്ങനെയായി. ഇതേ അച്ഛനാണ് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. ഇന്ന് അതേ അച്ഛൻ എന്നെ വിളിച്ചിട്ട് വീട്ടിലിരിക്കാൻ പറയുന്നു. എന്തൊരു മൊമെന്റ്. പിന്നെ എന്നെ പുറത്താക്കിയെന്ന് അറിയാലോ, സിനിമയിൽ വരണം എന്ന് പറഞ്ഞപ്പോഴാണ് എന്നെ പുറത്താക്കിയത്. ഇന്ന് അതേ സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്യുന്ന ആള് ഞാൻ. എന്റെ ഒരു റിവഞ്ച് ആയിരുന്നു അത്. സത്യം. ഞാൻ ചെന്നൈയിലേക്ക് വണ്ടി കയറുന്നു, ബസ് പിടിച്ച്. ഇവിടുന്ന് ചെന്നൈയിൽ നിന്ന് ഞാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് കൊച്ചിയിൽ നിന്ന് ഞാൻ പാലക്കാട് പോയി. ഒറ്റ ബസ്സിന് പോകാനുള്ള പൈസ ഇല്ല എനിക്ക് ആ സമയത്ത്, CTC-ന്റെ. അപ്പോൾ എല്ലാം ലോക്കൽ ബസ് പിടിച്ച് തൃശ്ശൂർ പോയി, തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് നിന്ന് സേലം പോയി, സേലത്തിൽ നിന്നാണ് ഞാൻ ചെന്നൈ പോകുന്നത്. ആകെ 250-300 രൂപയും കൊണ്ട് അവിടെ നിന്ന് വണ്ടി കയറി. ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്ന് നിനക്കറിയാമോ? പിന്നെ ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കാണ്. ഹാർഡ് വർക്ക് നമ്മൾ എന്തിനു ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളത്. ഹാർഡ് വർക്ക് പേസ് ഓഫ്. സമയം എടുക്കും. ഹാർഡ് വർക്ക് കുറേ സമയം എടുക്കും. സ്മാർട്ട് വർക്ക് കുറച്ച് ബുദ്ധി കൊണ്ടും മാത്രമല്ല, നമുക്ക് നമ്മളെല്ലാവരോടും ഒരുപോലെ നിൽക്കുക, നമ്മൾ നന്നായി പെരുമാറുക, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഡിസിപ്ലിൻ അത് വേണമല്ലോ സിനിമയിൽ. അല്ലെങ്കിൽ എന്താ എത്ര സിനിമ, എത്ര ആൾക്കാരോടെ സിനിമ, അതൊക്കെ എന്താ നമുക്ക് ഇവരൊക്കെ ആയിട്ട് ഈ പറഞ്ഞ ബാനറുകളും എല്ലാവരുമായിട്ടും ഇവരൊക്കെ ആയിട്ട് നമ്മൾ നിന്നോട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാൻ അവനോടും ദൈവനോടും അവനോടും. ഇതുപോലെയാണ് ഞാൻ എൻ്റെ ഏട്ടനോടും എൻ്റെ അച്ഛനോടും എല്ലാവരും. അപ്പൊ എന്താ സെയിം ആളാണ് എല്ലായിടത്തും. അപ്പൊ നമ്മളോട് എല്ലാവർക്കും ഒരു ഇഷ്ടമോ അതൊക്കെ തോന്നും.
എല്ലാവരോടും ഒരുപോലെ നിന്നാ മതി. നീ എന്നോട് കാണിക്കുന്ന പോലെ ആയിരിക്കില്ല പുറത്ത്. അല്ലേ അല്ലേ? കുറച്ച് ആടെയൊക്കെ ആയിരിക്കും. ആ മസ്താനി എന്താ നല്ല പുറത്തായിരിക്കും. അങ്ങനെയൊന്നുമില്ല, ചിരിക്കൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് കമ്പനി ആവാൻ കുറച്ച് സമയം എടുക്കും. ഞാൻ അങ്ങനെയല്ല, എല്ലാവരുമായിട്ട് കമ്പനിയാണ്, നമ്മളെല്ലാവരുമായിട്ട് ഒരുപോലെയാണ്. അത് തന്നെ. അതിപ്പോ തിയേറ്റർ റിവ്യൂസ് എടുക്കാൻ വരുമ്പോ ഇവരൊക്കെ പറയുന്നുണ്ട്, ധ്യാൻ ചേട്ടനാണെങ്കിൽ ഭയങ്കര കമ്പനി. അപ്പൊ ഒരു സാധനം ആലോചിച്ച് നോക്ക്, ഒരു പടം എന്റെ നല്ലതാണെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ എല്ലാരും ഇറങ്ങി ഓട്ടിച്ചു തരും ഇല്ലേ? നീയൊക്കെ ഇറങ്ങി ഓട്ടിച്ചു തരൂലേ എനിക്കൊരു പടം ഇല്ലേ? കുറച്ച് നന്നായ പോരെ? എല്ലാരും നിൽക്കൂലേ? കട്ടൊക്കെ നിൽക്കൂലേ എന്റെ കൂടെ? ഇപ്പോഴുണ്ടല്ലോ. അപ്പൊ നല്ലതില്ലല്ലോ. ഞങ്ങളുണ്ടല്ലോ. നിങ്ങളുണ്ട്, എന്നിട്ട് എന്താ ഓടിച്ചെന്നാ അടുത്ത പടം റിലീസ്. അതല്ല, ഞാൻ പറയും ഇതുപോലെ, ഞാൻ വന്നിട്ട് ഇന്റർവ്യൂല് പറയും ഇത് നല്ലതാ, ഒന്ന് ഓടിച്ചു തന്നേക്ക്. ആ പടം ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. ബുദ്ധി. അങ്ങനെ അതാ പറഞ്ഞ 2.0 ഭാഗമായിട്ട് ഞാൻ കൊറേ പ്ലാൻസ് ഉണ്ട്. അപ്പൊ അത് തന്നെയാണ് പദ്ധതികൾ. നോക്ക്, നമ്മളെന്താ, ഞാനും 2.0 സ്റ്റാർട്ട് ചെയ്തു. ഞാനും 2.0, നീയും 2.0. ഒരു ഇന്റർവ്യൂലേ ടോവിനോ ചേട്ടൻ പറയണ്ടായിരുന്നു, ആദ്യമായിട്ട് ധ്യാൻ ചേട്ടനെയും വിനീതേട്ടനെയും ഏതോ ഫിലിമിന്റെ സെറ്റിൽ നിന്ന് കാണാൻ വരുമായിരുന്നു. അപ്പോൾ വിനീതേട്ടൻ ഓൾറെഡി ഉറങ്ങാൻ കയറി, പാട്ടൊക്കെ വെച്ച് ആൾ ഉറങ്ങി, ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഗുഡ് നൈറ്റ് പറഞ്ഞ് പോയി. ഇപ്പുറം ധ്യാൻ ചേട്ടൻ്റെ റൂമുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴേക്കും ടോവിനോ ആദ്യമായിട്ട് കാണുമായിരുന്നു എന്ന്, ടോവിനോ വാടാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നാളത്തെ ബന്ധമുള്ള പോലെ സംസാരിച്ചു. അതിനുശേഷം ഇവിടെ അടുത്ത് ഹോട്ടലിൽ ടോവിനോ ചേട്ടൻ കുറേ കസിൻസിനായിട്ടിരിക്കുമ്പോൾ അന്നും ധ്യാൻ ചേട്ടൻ വന്നു. അപ്പോൾ അന്ന് ചേട്ടൻ പറഞ്ഞത് ചേട്ടന് ടോവിനോ ചേട്ടന് മാത്രമേ പരിചയമുള്ളൂ, ചുറ്റുമുള്ള കസിൻസിനെ ഒന്നും അറിയില്ല. പക്ഷെ അവരൊക്കെ ഒരുപാട് നാളായിട്ട് അറിയുന്ന ആളെ പോലെ അവരുടെ കൂടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തു, കഥകളൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് പോയി. കാരണം ഞാനത് എനിക്ക് നമുക്കൊക്കെ ഫാദറിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ടില്ല. ഫാദർ നമ്മളെ അറിയാലോ, സപ്പോർട്ടൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ഫാദറിൻ്റെ ഒരു പേരുണ്ടല്ലോ നമ്മുടെ അറ്റത്ത്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മളൊരു ഫാദറിൻ്റെ ഒരു പേരിലെടുത്തോളം നമുക്ക് അതുകൊണ്ട് നമുക്ക് സിനിമ, ഇപ്പം രാജുവേട്ടൻ പല സ്ഥലത്തും പറഞ്ഞു, ഫസ്റ്റ് സിനിമ കിട്ടാൻ ചിലപ്പോൾ സഹായിക്കും. അതിന് മുന്നോട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന നമ്മുടെ ബന്ധങ്ങളും ഇതൊക്കെയാണ് നമ്മളെ മുന്നോട്ട് സിനിമകൾ ഉണ്ടാവാൻ കാരണം. ഓക്കെ, അപ്പം അച്ഛൻ്റെ ഒരു ബേസിലല്ലല്ലോ നമ്മൾ ഇപ്പൊ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്. ഇപ്പൊ എനിക്കുള്ള സൗഹൃദങ്ങളും എനിക്കുള്ള ബന്ധങ്ങളും പിന്നെ തരക്കേടില്ലാത്ത നടനാവുക എന്നുള്ളതാണ്. ഭയങ്കര വലിയ നടനാവാനപ്പുറം കുഴപ്പമില്ലാത്ത നടനാവും. ബട്ട് നമ്മളെല്ലാവരും എല്ലാം പഠിച്ച ആൾക്കാരൊന്നുമില്ല. ഇത് സിനിമയിൽ വന്നിട്ടാണ് ഞാൻ എല്ലാം പഠിച്ചു തുടങ്ങുന്നതും ഈ അഭിനയം എന്താണെന്ന് ഒരു ABCD അറിയാത്ത ഇപ്പോഴും എന്ന് പറഞ്ഞുകൂടാ, അങ്ങനെ പറയുന്ന കേൾക്കുക പോവാന്നല്ലാതെ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം അങ്ങനെയുള്ള നമുക്കൊക്കെ ഒരു അറ്റത്തൊരു പേരുള്ളത് ഭയങ്കര സഹായമായിട്ടുണ്ട് പലപ്പോഴും സിനിമയിൽ. കാരണം നമ്മളെ ആൾക്കാർ കാണുന്ന സ്ഥലത്തെ രീതിയൊക്കെ ശ്രീനിവാസന്റെ മോനുള്ളൊരു വിലയൊക്കെ നമുക്ക് അന്നും ഇൻഡസ്ട്രിയിൽ ഉള്ളപ്പോഴും ഇപ്പോഴും കിട്ടുന്നുണ്ട്. അതൊന്നും ഇല്ലാതെ, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വന്ന, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ നെപ്പോ കിഡ്സ് അല്ലാതെ വന്ന കുറച്ച് ആൾക്കാരാണ് ടോവി, നിവിൻ ചേട്ടൻ, ബേസിൽ. അങ്ങനെ ഇപ്പോൾ മെയിൻ സ്ട്രീം നടന്മാരാണ് അവർ. എന്ന് വെച്ചാൽ വലിയ സിനിമകളിൽ നിന്ന് സൂപ്പർ സ്റ്റാർസാണ്. ഓക്കെ, അപ്പോൾ ടോവിനെ ഞാൻ കാണുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ ഒരു ഹാർഡ് വർക്ക്, ഇവരെന്തുമാത്രം, ഇപ്പോൾ നിവിൻ ചേട്ടന് പോലും ഒരു പരിധി വരെ ഏട്ടൻ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ത്രൂ ഔട്ട് ഹിസ് കരിയർ. ബേസിലിന് ഏട്ടൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കുഞ്ഞിരാമായണം ചെയ്യുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് പടത്തിൽ അസിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ബേസിലിന് ജേണി ഭയങ്കര എളുപ്പമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ബേസിലിന് ഒരാളുണ്ടായിരുന്നു കൂടെ, നിവിൻ ചേട്ടന് ഒരാളുണ്ടായിരുന്നു. ഇപ്പോൾ ടോവിയുടെ ജേണി അങ്ങനെയല്ല. ടോവി അസിസ്റ്റൻ്റായിട്ട് തുടങ്ങി, ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ ചെറിയ കാര്യം ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര അങ്ങനെ വെച്ചടി അവൻ കയറി വന്ന അവൻ്റെ കരിയർ എനിക്ക് ഭയങ്കര, കാരണം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വരുന്ന ഒരാൾ. അപ്പോൾ എനിക്ക് ആ രീതിയിൽ ഞാൻ ഭയങ്കര ഇൻസ്പയർഡ് തന്നെ. എനിക്ക് അങ്ങനെ ഒരാൾ ഇൻസ്പിറേഷൻ ഒന്നുമില്ല അതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ഒരാൾ ഒരു കരിയർ ബിൽഡ് ചെയ്ത് അവൻ ചെയ്ത PR വർക്ക്, അല്ലെങ്കിൽ അതൊക്കെ അവന് സെൽഫ് മാർക്കറ്റിംഗ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഇന്നത്തെ കാലത്ത്. അവൻ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതോട്ട് അവൻ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ, തീവണ്ടി തൊട്ട്, അല്ലെങ്കിൽ ആ കരിയർ ബിൽഡ് ചെയ്തത്, ആ കരിയർ കൊണ്ടുപോയത്, അതൊക്കെ ഭയങ്കര ഫോർ ആൻ ഔട്ട്സൈഡർ. നമ്മൾ ഓൾറെഡി ഇൻഡസ്ട്രിയിലുള്ളതാണ്. പുറത്തുള്ള പിള്ളേർക്ക് അല്ലെങ്കിൽ പുറത്ത് സിനിമയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ടോവി ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ആ രീതിയിൽ. കാരണം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വരുന്നത്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് എനിക്ക് ടോവിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ടോവിനെ ആദ്യമായിട്ട് കാണുന്നത്, ടോവിക്ക് ഓർമ്മ ഉണ്ടാവില്ല, ടോവിക്ക് ആദ്യമായിട്ടാണ് ഞാൻ തിര കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് 2013 ടോവി ഞാൻ നടന്നു പോകുന്ന സമയത്ത്, PVR നടന്നു പോകുന്ന സമയത്ത് ടോവി ഓടി വന്നിട്ട് ബാക്ക് എന്നോട് പറഞ്ഞു, ഞാൻ ടോവിനോ ധ്യാൻ എന്ന് വെച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ABCD. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയാം എന്ന് പറഞ്ഞു, സംസാരിച്ചു. ഞാൻ
ബാത്റൂമിൽ പോയപ്പോൾ ടോവിയുടെ ബ്രദർ ഉണ്ടായിരുന്നു. അന്ന് ഒരു തവണയാണ് ടോവിൻ്റെ ബ്രദറിനെ ഞാൻ കണ്ടത്. പിന്നെ ടോവിൻ്റെ കൂടെയൊക്കെ 1-2 തവണ കണ്ടിട്ടുണ്ട്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ മറ്റേ കുറച്ച് വർഷം കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞിരാമായണത്തെ ലൊക്കേഷനിൽ ടോവിനെ കാണുന്നു. ഇതേപോലെ കാരണം ടോവി അന്ന് ഇന്ന് നിന്റെ മൊയ്തീൻ്റെ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പം അന്ന് അവിടെ നിന്നിട്ട് ABCD എന്ന് വന്നപ്പോൾ ഇപ്പം വലിയൊരു ഇന്ന് നിന്റെ മൊയ്തീൻ്റെ അഭിനയം. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഇവിടെ നെക്സ്റ്റ് ലെവലിലോട്ട് എത്തി. കാരണം അതിൻ്റെ പുറകിലൊക്കെ ഒരു ഹാർഡ് വർക്ക് ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ കണ്ടപ്പോൾ ഇതിൽ ചെയ്യുന്നു. അപ്പം ഗുഡ് ലുക്കിംഗ് ആണ്, സ്മാർട്ടാണ്, അപ്പോൾ ഒരു സ്റ്റാർ മെറ്റീരിയൽ ഉണ്ട്, അതൊക്കെ നമുക്ക് തോന്നുമല്ലോ കാണുമ്പോൾ തന്നെ. ടോവിൻ്റെ ഒരു എനർജി, ടോവി ആൾക്കാരോട് സംസാരിക്കുന്ന രീതി, ഇതൊക്കെ വളരെ നല്ലതാണ്. ബിഹേവ് ചെയ്യുന്ന രീതി, അതൊക്കെ. അങ്ങനെ ഞാൻ കുറേ കഴിഞ്ഞിട്ട് കുഞ്ഞിരാമായണം കഴിഞ്ഞ് പിന്നെ ഞാൻ ടോവിനെ കണ്ടിട്ടില്ല കുറേ കാലമായിട്ട്. പിന്നെ ഞാൻ കാണുന്നത് ഞാൻ ക്രൗൺ പ്ലാസയിൽ നിന്ന് ഇറങ്ങി ലിഫ്റ്റിൽ ഇങ്ങനെ നിൽക്കുന്ന സമയം, ലിഫ്റ്റിൽ കയറാൻ നിൽക്കുന്ന ടോവിയുടെ ബ്രദർ ലിഫ്റ്റിൻ്റെ അവിടെ നിൽക്കുന്ന സമയം ഞാൻ പെട്ടെന്ന് പുള്ളിയുടെ ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു ടോവിയുടെ, അപ്പോൾ പുള്ളി ടോവിയുടെ ചേട്ടനെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ടോവി ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ രാത്രി ലേറ്റായി ആ സമയം. അപ്പോൾ ഞാൻ ടോവി ഉണ്ടോ? അപ്പോൾ ടോവി ഉണ്ട്, റൂമിലുണ്ട്, എല്ലാവരും ഉണ്ടെന്ന് കുറേ ആൾക്കാരാണ്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഈ സമയത്ത് അപ്പോൾ എനിക്ക് അവനെ കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ കാണാം. അപ്പോൾ അവൻ ഇന്ന് അന്നത്തെ പോലെ ഇന്നിപ്പോൾ കുറച്ച് വർഷമായില്ല, എനിക്ക് മിന്നലൊക്കെ കഴിഞ്ഞിട്ടാണ് സ്റ്റാറായ സമയത്ത് നിൽക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര നമ്മൾ 2013 ഞാൻ അന്ന് വന്നിട്ട് പുറകിൽ നിന്ന് കണ്ട് ആള് 2014 ഞാൻ കുഞ്ഞിരാമായണത്തെ സമയത്ത് കാണുന്നു. ഇന്ന് അവൻ സ്റ്റാറായി നിൽക്കുന്ന സമയത്ത് എനിക്ക് പോയിട്ടൊന്ന് കാണണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ രീതിയിൽ. ഞങ്ങൾ സംസാരിക്കാറൊന്നുമില്ല. അങ്ങനെ ഞാൻ അവിടെ പോയി കാണുന്നു. അവൻ കുറേ എനിക്കൊന്നൊരു 10-15 കസിൻസും കുറേ ആൾക്കാർ അവിടെ ഇരിക്കുക. അവരൊക്കെ ഇങ്ങനെ ഇതൊക്കെയോ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ചെറിയ മദ്യപാന പരിപാടിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നതിന് ഇടയിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ അടിച്ചിട്ടില്ല, ഞാൻ എല്ലായിട്ടും നിർത്തിയ സമയമാണ്. അപ്പം ഞാൻ അങ്ങനെ സോബറായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവരൊക്കെ കൂടി നിൽക്കുന്ന സ്വാഭാവികമായിട്ടും ഇവർക്കിടയിൽ ഞാൻ പുതിയ ആളാണ്. ടോവിനെ ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. എല്ലാവരും കൂട്ടം കൂടി ഇരിക്കുന്നു, ഞാൻ ഇടയിൽ നടുക്കിരിക്കുന്നു. പിന്നെ ഞാനങ്ങ് സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കാന്ന് വെച്ചാൽ നമുക്ക് പിന്നെ അങ്ങനെ ഒരു സഭാകമ്പമോ അങ്ങനത്തെ പ്രശ്നമൊന്നും കഴിവില്ല, നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അവരൊക്കെ നമ്മുടെ ആൾക്കാരെ പോലെ നമ്മളറിയാം, നമ്മളെ ഇഷ്ടമാണെന്നുള്ള ഇതിൽ എനിക്കും ഒരു എനർജി കിട്ടി. ഞാൻ കുറേ നേരം ഇരുന്നു, എന്തൊക്കെയോ കഥ പറഞ്ഞു. ആ കഥ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അവരും കുറേ സംസാരിച്ചു, കുറേ നേരം സംസാരിച്ചു. അവൻ പോയപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചു, ഞാൻ അവനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരെ നമ്മൾ വല്ലപ്പോഴും ഇടക്കിടക്കൊന്നും കാണേണ്ട കാര്യമില്ല. ഞാൻ എപ്പോഴും അവൻ്റെ ഒരു വെൽവിഷറാണ് ആ രീതി. അവൻ്റെ ഗ്രോത്ത് കാണുമ്പോഴും ഞാൻ ഭയങ്കര സുഹൃത്തൊന്നും അല്ലെങ്കിൽ പോലും എപ്പോഴും എന്താ പറയണ്ടത്, നമ്മൾ ദൂരെ നിന്ന് ചില ആൾക്കാരുടെ വളർച്ച നോക്കി കാണുമല്ലോ. ചില ആൾക്കാർ ഇതാവണം, അല്ലെങ്കിൽ അവർ വന്ന വഴിയൊക്കെ നമുക്ക്, കാരണം എനിക്ക് ബേസിൽ പറഞ്ഞിട്ടും അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള പലരും വന്നിട്ടും രൂപേഷ് ഏട്ടൻ പറഞ്ഞിട്ടും പ്രശോഭ് പറഞ്ഞിട്ടും എനിക്ക് നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് ടോവി വന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ വന്നു എന്നൊക്കെ എനിക്ക് കുറച്ചൊക്കെ അറിയാം. അപ്പോൾ അവിടുന്ന് ഒരു ഇതില്ലാതെ ഒരു വള്ളിയോ ഒരു പുള്ളിയോ പേരോ ഒന്നും ഇല്ലാതെ ഒരാൾ വന്നിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു ഇതിലോട്ട് എത്തി നിൽക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ ആ രീതിയിൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ് അവനെ. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി ഞാൻ പോയി കണ്ട് ഞാൻ ആ ഇഷ്ടം അല്ലെങ്കിൽ ഞാൻ വളരെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അത്രയും നേരം ആ സ്ഥലത്ത് പോയി ഇരുന്നതും. അവരൊക്കെ വളരെ നല്ല ആൾക്കാരും. കാരണം ഞാനൊരു ഔട്ട്സൈഡറായിട്ട് കണ്ടിട്ട് അവർക്ക് അവരുടെ ഒരു സദസ്സിൽ പെട്ടെന്ന് വന്നിട്ട് ഒരാൾ വന്നിട്ട് ഡാർക്ക് അടുപ്പിച്ചിട്ട് പോയിരുന്നല്ലോ. അവിടെ എല്ലാവരോടും സംസാരിച്ചു. ഒരാളെ എനിക്ക് പരിചയമില്ല. ടോവിനെ പോലും എനിക്ക് കുറേ കാലമായിട്ട് കണ്ടിട്ട് കാണുന്നത്. അപ്പം എന്നും ചില ആൾക്കാരെ നമ്മൾ ദൂരെ നിന്നിട്ട് കാണുന്ന ഒരു എന്താ പറയണ്ടേ, അവരുടെ ഒരു വളർച്ചയിലും ഇതിലൊക്കെ നമ്മളെപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് നോക്കിക്കാണുന്ന ഒരാളുടെ വളർച്ചയാണ് ടോവിയുടെ. നേരത്തെ പറഞ്ഞ പോലെ അത് ടോവിയുടെ കരിയർ അല്ലെങ്കിൽ ഇത് പുറമേ നിന്ന് സിനിമയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലത്തെ നെപ്പോക്കിഡ്സ് അല്ലാത്ത ഔട്ട്സൈഡേഴ്സ് അല്ലെങ്കിൽ അതുപോലത്തെ ആൾക്കാർക്ക് ടോവി ഒരു എങ്ങനെ എന്നുള്ള സാധനത്തിന് അതൊരു റോൾ മോഡലായിട്ട് വെക്കാൻ പറ്റുന്ന ഒരാളാണ് ഡെഫിനറ്റ്ലി ടോവി. സോ ഈസ് എൻ ഇൻസ്പിറേഷൻ ടു സോ മെനി അതർ യങ്സ്റ്റേഴ്സ്.